ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടി, കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ വളർന്ന പെൺകുട്ടി, സ്പോർട്സിൽ പോലും സ്ത്രീകൾക്ക് വലിയ അവസരങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ തന്റെ പേരിലേക്ക് നോക്കാൻ നിർബന്ധിതയാക്കിയ ഒരു ഇന്ത്യൻ വനിത. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 തവണയല്ല 6 തവണ ലോക ചാമ്പ്യനായ, ഒളിമ്പിക് മെഡൽ ജേതാവായ, ഇന്ത്യയുടെ അഭിമാനമായ മേരി കോം എന്ന ഇതിഹാസത്തിന്റെ കഥയാണ്. പരിമിതമായ സൗകര്യങ്ങൾ, ദാരിദ്ര്യം, സമൂഹത്തിന്റെ എതിർപ്പുകൾ ഇവയെല്ലാം മറികടന്ന് എങ്ങനെ മേരി കോം ലോകത്തിലെ ഏറ്റവും മികച്ച വനിതാ ബോക്സർമാരിൽ ഒരാളായി മാറി, ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1982 മാർച്ച് 1 ഇന്ത്യയിലെ മണിപ്പൂർ സംസ്ഥാനത്തിലെ കങ്കദൈ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. അവരുടെ മാതാപിതാക്കൾ സാധാരണ കർഷകരായിരുന്നു. ദിവസം മുഴുവൻ വയലുകളിൽ കഠിനാധ്വാനം ചെയ്താലും കുടുംബം സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മേരി മാതാപിതാക്കളെ സഹായിക്കാൻ വയലുകളിൽ ജോലി ചെയ്യുമായിരുന്നു. പലപ്പോഴും സ്കൂളിൽ പോകുന്നതിനു മുമ്പ് കൃഷിപ്പണികൾ ചെയ്യേണ്ടി വരുമായിരുന്നു. വീട്ടിലെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. പല ദിവസങ്ങളിലും കുടുംബത്തിന് ഭക്ഷണം കണ്ടെത്തുക തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും മേരിയുടെ മനസ്സിലെ സ്വപ്നങ്ങളെ തകർത്തില്ല. 1998 ഒരു സംഭവം മേരിയുടെ ജീവിതം മാറ്റിമറിച്ചു. അന്ന് ഡിങ്കോ സിംഗ് എന്ന ഇന്ത്യൻ ബോക്സർ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടി. മണിപ്പൂരിൽ വലിയ ആഘോഷമായിരുന്നു. ഈ വിജയമാണ് മേരി കോമിനെ ബോക്സിംഗിലേക്ക് ആകർഷിച്ചത്. അന്ന് സ്ത്രീകൾ ബോക്സിംഗ് കളിക്കുന്നത് സമൂഹം സാധാരണയായി അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ മേരി തന്റെ തീരുമാനം മാറ്റിയില്ല. അവൾ പരിശീലനത്തിനായി നർജിത് സിംഗ് എന്ന പരിശീലകന്റെ കീഴിൽ ചേർന്നു. ആദ്യകാലത്ത് ബോക്സിംഗ് ഗ്ലൗസുകൾ വാങ്ങാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. പഴകിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പരിശീലനം നടത്തിയത്. വീട്ടുകാർ പോലും തുടക്കത്തിൽ ഈ തീരുമാനം അംഗീകരിച്ചില്ല. മുഖത്ത് പരിക്ക് പറ്റുമോ എന്ന ഭയം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അതിനാൽ മേരി പലപ്പോഴും പരിശീലനം രഹസ്യമായി തുടർന്നു. 2000 മേരി ആദ്യമായി സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തു. അവളുടെ പ്രകടനം എല്ലാവരെയും അമ്പരപ്പിച്ചു. 2001 അമേരിക്കയിലെ സ്ക്രാൻഡോൺ നഗരത്തിൽ നടന്ന വുമൺസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി. ഇത് അവളുടെ അന്താരാഷ്ട്ര കരിയറിന്റെ തുടക്കമായിരുന്നു. ലോകം ആദ്യമായി ഈ ഇന്ത്യൻ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം തുടർച്ചയായ പരിശീലനവും മത്സരങ്ങളും. മേരി കോമിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. 2002 തുർക്കിയിൽ നടന്ന വുമൺസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മേരി തന്റെ ആദ്യ ലോക കിരീടം നേടി. ഇതോടെ ചരിത്രം ആരംഭിച്ചു. തുടർന്ന് 2002, 2005, 2006, 2008, 2010, 2018 തുടങ്ങിയ വർഷങ്ങളിൽ വേൾഡ് ചാമ്പ്യനായി. മൊത്തം 6 ലോക ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡലുകൾ. ഇത് വനിതാ ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. അതിനാലാണ് മേരി കോമിനെ മാഗ്നിഫിസന്റ് മേരി എന്ന് വിളിക്കുന്നത്. ലോക ബോക്സിംഗിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിയ വനിതയായി അവർ മാറി. 2005 മേരി കോം ഒള്ളർ കോം എന്നയാളെ വിവാഹം ചെയ്തു. തുടർന്ന് ഇരട്ട കുട്ടികൾ ജനിച്ചു. പലരും കരുതിയത് മേരി ഇനി ബോക്സിംഗിലേക്ക് തിരിച്ചു വരില്ല എന്നാണ്. കാരണം ആ സമയത്ത് മാതൃത്വത്തിന് ശേഷം കായിക രംഗത്തേക്ക് തിരിച്ചു വരുന്ന വനിതകൾ വളരെ കുറവായിരുന്നു. എന്നാൽ മേരി എല്ലാവരെയും തെറ്റാണെന്ന് തെളിയിച്ചു. കുട്ടികളെ നോക്കുന്നതിനോടൊപ്പം പരിശീലനവും തുടർന്നു. ഇത് വളരെ പ്രയാസകരമായിരുന്നു. പക്ഷേ അവളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: വീണ്ടും ലോക ചാമ്പ്യനാകുക. അവൾ അത് നേടി. 2012 നടന്ന ലണ്ടൻ 2012 സമ്മർ ഒളിമ്പിക്സ് വനിതാ ബോക്സിംഗിന് ചരിത്രപരമായ ഒരു വർഷമായിരുന്നു. ആദ്യമായി വനിതാ ബോക്സിംഗ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തി. മേരി കോം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു. വനിതാ ഫ്ലൈവെയ്റ്റ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ഇതോടെ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സറായി മാറി. രാജ്യമൊട്ടാകെ ആഘോഷം. അവളുടെ പോരാട്ട മനോഭാവത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം. മേരി കോമിന് ഇന്ത്യ നൽകിയ പ്രധാന ബഹുമതികളാണ് അർജുന അവാർഡ്, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽ രത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ. ഇവ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ചിലതാണ്. മേരി കോമിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി 2014 മേരി കോം എന്ന സിനിമ പുറത്തിറങ്ങി. ചിത്രത്തിൽ മേരിയുടെ വേഷം അവതരിപ്പിച്ചത് പ്രിയങ്ക ചോപ്ര ആയിരുന്നു. ഈ സിനിമ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മേരി കോമിന്റെ ജീവിത പോരാട്ടങ്ങൾ പരിചയപ്പെടുത്തി. മേരി കോമിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്: വിജയത്തിന് വലിയ നഗരങ്ങൾ ആവശ്യമില്ല, വില കൂടിയ സൗകര്യങ്ങൾ ആവശ്യമില്ല, സമ്പന്നമായ കുടുംബവും ആവശ്യമില്ല. ആവശ്യമുള്ളത് ഒരു സ്വപ്നം, അതിനു വേണ്ടിയുള്ള കഠിനാധ്വാനം, ഒരിക്കലും കീഴടങ്ങാത്ത മനസ്സ്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള കർഷകന്റെ മകൾ, ഗ്ലൗസ് വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന പെൺകുട്ടി, ഇന്ന് ലോക ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് മേരി കോം വെറും ഒരു ബോക്സർ മാത്രമല്ല,
അവൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. സ്വപ്നം കാണൂ, അതിനുവേണ്ടി പോരാടൂ. ഒരു ദിവസം ലോകം നിങ്ങളെ തിരിച്ചറിയും.